മനുഷ്യന്റെ സന്തോഷം യഥാർത്ഥത്തിൽ സംതൃപ്തിയിലാണ് ഉൾക്കൊള്ളുന്നത്. അസംതൃപ്തനായവൻ എത്ര കൈവശമുണ്ടെങ്കിലും അവന്റെ ആഗ്രഹങ്ങൾക്ക് അടിമയായിത്തീരുന്നു. നിങ്ങളുടെ അറിവിൽ ഒരു വിഡ്ഢിയായിരിക്കുക, നിങ്ങളുടെ വിഡ്ഢിത്തത്തിൽ അറിവുള്ളവനുമായിരിക്കുക. നിങ്ങൾ സൗഹൃദത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് സൗഹൃദത്തിലായിരിക്കും. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ, അതൊരു വാക്കിലൂടെയാണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നുമില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. ആഴത്തിലുള്ള സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നും അല്ലായിരുന്നു എന്നറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. സ്നേഹം തിരഞ്ഞലയേണ്ട, വിട്ടുപിടിക്കൽ. നിന്നെ തിരയുന്ന മിഴികളിലെന്നും നീയാണെന്ന സത്യം അറിയുന്നുവെങ്കിൽ എല്ലാം നല്ലതിനാണ്. ചില കാര്യങ്ങൾ നല്ലതിനല്ല എന്ന് തോന്നുന്നു എങ്കിൽ അല്പം കാത്തു നിൽക്കുക. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി: ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളും. നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ്. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ടചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയുള്ളൂ. രണ്ടു തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയില്ല. ഒന്ന്, നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ. രണ്ട്, നിങ്ങളോട് കള്ളം പറയുന്നവർ. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രമാവും, മിത്രം ഒരു നാൾ ശത്രുവും ആയേക്കാം. നിങ്ങളുടെ സങ്കടവും ഏകാന്തതയും വരുമ്പോൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ദുഃഖകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ നാം എന്നേക്കും ദുഃഖിതരായി ജീവിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിയോടുള്ള യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ എല്ലാ കോപത്തെയും ഇല്ലാതാക്കും. നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാത്തതിലൂടെ നിങ്ങൾ സ്വയം തകർക്കുന്നു. ചിലരുടെ ചില നേരത്തെ ആത്മാർത്ഥമായ വാക്കുകൾക്ക് വീണ്ടും നമ്മെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അസാമാന്യ ശക്തിയുണ്ട്. നടക്കുമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവസരങ്ങൾ കാണും. നടക്കില്ല എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രതിസന്ധികളും. നല്ല പ്രവർത്തികൾ ചെയ്യുക, വിജയിക്കുക, ജീവിതത്തിൽ മുന്നേറുക.